ഡിക്രി ഫ്രം ദി കോർട്ട് ഓഫ് ഹെവൻ, സ്വർഗ കോടതിയിൽ നിന്നുള്ള വിളംബരം. ഈ ദിവസങ്ങളിലെല്ലാം കർത്താവിൻ്റെ രക്തത്തെക്കുറിച്ച് വചനമെടുക്കുകയും പഠിക്കുകയും അനേകർക്ക് പകർന്നു കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞപ്പോൾ വി ആർ ആക്ച്വലി സ്റ്റാൻഡിങ് ബിഫോർ ദ ലിവിങ് ഗോഡ്. ക്രിസ്തുവിൻ്റെ ജീവനുള്ള കോടതിയിലാണ് നമ്മൾ നിൽക്കുന്നത്. ഒരു കേസ് ആർഗ്യൂ ചെയ്ത് കഴിയുമ്പോൾ അതിനൊരു വിധി പ്രഖ്യാപിക്കുന്നത് ലോകത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ സ്വർഗത്തിലെ കോടതിയിൽ ചില ഡിക്രികൾ പാസ്സാക്കുന്നത് നമ്മുടെ ഈ വചന അടിസ്ഥാനത്തിൽ, ഇന്ന് വരെ പറഞ്ഞ വചന അടിസ്ഥാനത്തിൽ ഡിക്രി അല്ലെങ്കിൽ ഓർഡർ അല്ലെങ്കിൽ വിളംബരം, ദൈവത്തിൻ്റെ ജഡ്ജ്മെൻറ്റ് പാസ്സാക്കുകയാണ്. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് മനസ്സിലാക്കേണ്ടത് we are actually insured by the blood of Jesus Christ against the devil's plan. അതായത് പിശാചിൻ്റെ തന്ത്രങ്ങൾക്കെതിരായിട്ട് വി ആർ ഇൻഷുവേർഡ് ബൈ ദ ബ്ലഡ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. നമ്മളൊരു ഇൻഷുറൻസ് എടുത്തവരായി മാറിയിരിക്കുക. ദുഷ്ടൻ്റെ സകല തന്ത്രങ്ങൾ അഴിഞ്ഞു പോകാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ആത്മശക്തിയോടെ നമ്മൾ നിൽക്കുന്ന മക്കളാണ്. അപ്പോൾ എൻഫോഴ്സ് ദ വിക്ടറി. നമുക്ക് ദൈവം വിക്ടറി തന്നിട്ടുണ്ട്, പക്ഷെ അത് പറഞ്ഞെടുക്കാനുള്ള കഴിവാണ്. നമ്മൾ കോടതിയിൽ കേസ് ജയിച്ചു കഴിഞ്ഞാൽ, കേസ് ജയിച്ച് ഓർഡർ കൈ കിട്ടിയാലും പിന്നെ ഒരു പ്രൊസീജിയറും കൂടെ ഉണ്ട്. ദാറ്റ്സ് കോൾഡ് എക്സിക്യൂട്ടീവ് പവർ. ഇത് എക്സിക്യൂട്ടീവ് മീൻസ് എക്സിക്യൂട്ട് ചെയ്തെടുക്കണം. നമുക്കൊരു സ്ഥലം നമ്മൾ വീതം വെക്കുകയാണ്. വീതം വെക്കുന്നുണ്ടെ ഒരു വസ്തു 3ആയിട്ടോ 4ആയിട്ടോ വിഭജിച്ചെന്നിരിക്കട്ടെ. അത് വിഭജിച്ചത് അവിടെ കോർട്ട് ഓർഡർ ഉണ്ടെന്നും കണ്ട് ശരിയാകുന്നില്ല. അത് കൊണ്ടുവന്നിട്ട് താഴെ കൊണ്ടുവന്ന് തഹസീൽദാറിനെ ഏൽപ്പിച്ചിട്ട് അവിടെയുള്ള ആളുകളെ വിളിച്ചുകൊണ്ട് പോയിട്ട് അത് അളന്ന് അത് ശരിയാക്കുന്നിടം വരെ അത് ശരിയാകുന്നില്ല. അങ്ങനെ തന്നെയാണ് കോടതി, സ്വർഗ കോടതിയിലെ നിയമങ്ങൾ, നമുക്ക് അനുകൂലമായിട്ട് നിൽക്കുന്ന നിയമങ്ങൾ കിടക്കുന്നത്. നമ്മൾ ആരെങ്കിലും എടുത്ത് പറയുന്നില്ല എങ്കിൽ അത് സംഭവിക്കത്തില്ല. സോ ഐ എം ഗോയിങ് ടു decree that. I decree the angel of death will pass over our house and will not touch us. അതായത് മരണദൂതൻ നമ്മുടെ വീടിൻ്റെ മുകളിൽ കൂടെ പോയാൽ പോലും നമ്മളെ തൊടുകയില്ല, നമ്മുടെ കുഞ്ഞുങ്ങളെ തൊടുകയില്ല. നമുക്കുള്ള ഒരു കാര്യത്തിന്മേൽ അവന് അധികാരമില്ല. അധികാരമാണ് കർത്താവിൻ്റെ കുഞ്ഞാടിൻ്റെ രക്തം നമ്മുടെ വീടുകളിൽ, നമ്മുടെ നെറ്റിമേൽ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ മേലെ, നമുക്കുള്ളതിന്മേലെല്ലാം നമ്മൾ പൂശുകയാണ്, അല്ലെങ്കിൽ നമ്മൾ മുദ്രയിടുകയാണ്. ആ മുദ്ര കണ്ടു കഴിഞ്ഞാൽ ദുഷ്ടനെ കടന്നു വരാനൊക്കത്തില്ല. എഫെസ്യർക്ക് എഴുതിയ ലേഖനം 1:17 In him we have redemption. In him we have redemption. The redemptive power of Jesus will save the family. We walk in forgiveness by the blood of Jesus Christ. അതായത് ക്രിസ്തുവിലാണ് നമുക്ക് വീണ്ടെടുപ്പ് കിട്ടിയിരിക്കുന്നത്. അവൻ നമ്മളെ വീണ്ടെടുത്ത മക്കളാണ്. നമ്മുടെ കുടുംബത്തെ അവൻ വീണ്ടെടുത്തിരിക്കുക. അതുകൊണ്ട് പിശാചിൻ്റെ ഒരു തന്ത്രവും നമ്മുടെ കുടുംബത്തെ തൊടുകയില്ല. പറയാൻ ധൈര്യം വരണം, പറയാൻ. അത് പറയുകയാണ്. അതിനുവേണ്ടി ദൂതന്മാരെ നിർത്തുകയാണ്. ഞങ്ങളൊക്കെ സൗദി അറേബ്യയിൽ വെച്ച് റാംകോ എന്ന് പറയുന്ന ഒരു കമ്പനിക്കകത്താണ് എൻ്റെ ഹസ്ബൻഡ് ജോലി ചെയ്തത്. അതുകൊണ്ട് നമുക്ക് വി ഹാവ് പ്രെയർ. അവിടെ നമുക്ക് പ്രാർത്ഥിക്കാൻ സൗകര്യം ഉണ്ടായിരുന്നു. ഇന്നത്തെ പോലെയല്ല, അന്ന് പ്രാർത്ഥിക്കാൻ പ്രയാസമുള്ള സമയം. പക്ഷെ നമ്മളെല്ലാവരും ഒന്നിച്ചു കൂടുമ്പോഴെല്ലാം നമ്മൾ പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ എക്സിക്യൂട്ടീവ് ഓർഡർ, അതായത് കർത്താവ് തന്നിരിക്കുന്ന വചനങ്ങൾ ദൈവദൂതന്മാർ കൊണ്ടുപോയി അത് എക്സിക്യൂട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ പ്രവർത്തിച്ചെടുക്കാൻ ഞങ്ങൾ പറയുമായിരുന്നു. ഞങ്ങൾ പ്രാർത്ഥന തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ പറയും, ദൈവദൂതന്മാരെ ഈ ഹോളിന് ചുറ്റും അല്ലെ വീടിന് ചുറ്റും വേലി കെട്ടി നിൽക്കട്ടെ എന്ന്. കാരണം എപ്പോഴായി ശത്രുക്കൾ അകത്തോട്ട് കയറി വരാൻ ഇടയാകുന്നത്, അവിടെയുള്ളവർ തന്നെ നമുക്കെതിരായിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു കാലയളവ് ഇവിടെയും വരാൻ സാധ്യതയുണ്ട്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളത് കാണാത്ത ദൃശ്യത്തിൽ ദുഷ്ടാത്മാക്കൾ എപ്പോഴും നമുക്കെതിരാണ്. പക്ഷെ അവനെ അടിച്ചു മാറ്റാൻ കഴിവുള്ള ദൈവത്തിൻ്റെ രക്തത്താൽ ചിഹ്നമിട്ട് കഴിഞ്ഞാൽ ഒരു ദുഷ്ടശക്തി നമ്മളെ തൊടുകയില്ല. വി ഹാവ് റിഡംഷൻ ബൈ ദ ബ്ലഡ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ക്രിസ്തുവിൻ്റെ രക്തത്താൽ. ലേഖനം 12:24 പറയുന്നു, മനസ്സിലായി. ഐ ഡിക്രീ ദ ബ്ലഡ് ഓഫ് ജീസസ് വിൽ ബ്രൂസ് ദ ഹെഡ് ഓഫ് ദ ഡെവിൾ. പിശാചിൻ്റെ തലയെ ചവിട്ടി മതിക്കാൻ നമുക്ക് ദൈവാധികാരം തന്നിരിക്കുകയാണ്. അവൻ്റെ തല തെറിച്ചിരിക്കുകയാണ്. അതാണ് ഭർത്താവ് യെശയ്യാ പറയുന്നത്, രഹബിനെ വെട്ടി മഹാസർപ്പത്തെ കുത്തി നശിപ്പിച്ച് ഇല്ലാതാക്കിയ ദൈവമാണ് എൻ്റെ മുമ്പിൽ നിൽക്കുന്നത്. ആ ദൈവത്തിൻ്റെ ശക്തിയാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നതെങ്കിൽ ദുഷ്ടൻ മാറി നിൽക്കുന്ന നമ്മുടെ മുമ്പിൽ കർത്താവിൻ്റെ വചനം കൊണ്ടാണ് നമ്മൾ നിൽക്കുന്നത്. അവൻ്റെ രക്തത്താൽ മുദ്രയിട്ടിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. ആ ഉന്നത പദവി ഏറ്റെടുക്കാൻ എത്ര പേര് മുൻപോട്ട് കയറി വരും? ശക്തനായ ദൈവത്തിൻ്റെ പദവി അത് നമുക്ക് ദൈവം തന്നിരിക്കുന്ന ഇപ്പം ഞാൻ പറയട്ടെ, ഇപ്പം നമ്മൾ പ്രായമാകുമ്പം നമുക്ക് ഒത്തിരി സമ്പത്തോ അല്ലെങ്കിൽ നമുക്ക് ബാങ്ക് കാശുണ്ടെങ്കിൽ നമ്മളെല്ലാവർക്കും ഒന്നും അത് കൊടുക്കൂല. നമുക്ക് 10 മക്കളുണ്ടെങ്കിൽ നമ്മൾ നോക്കും അതിൽ ആർക്കാണ് ആ കാശ് ശരിയായിട്ട് മാനേജ് ചെയ്യാൻ അറിയാവുന്നത്. അവൻ്റെ കൊടുത്താൽ അവൻ എല്ലാവർക്കും കൊടുക്കുമോ, അത് നശിപ്പിക്കാതെ, കള്ളും കുടിച്ച് മ്ലേച്ഛതയ്ക്ക് ഉപയോഗിക്കാതെ നമ്മൾ ശ്രദ്ധിച്ച് നോക്കും. അതുപോലെ തന്നെയാണ് ദൈവത്തിൻ്റെ രക്തം നമുക്ക് ഫ്രീ ആയിട്ട് തന്നിട്ട് അത് എടുത്തുപയോഗിച്ച് പറയാൻ കഴിവുള്ള എത്ര പേര് കുടുംബങ്ങളിലുണ്ട്. ഓരോ പ്രയാസം വരുമ്പം നിലവിളിച്ചുകൊണ്ട് നടക്കുന്ന പുരുഷന്മാരും സ്ത്രീകളും ഞാൻ കാണാറുണ്ട്.
നമ്മളും അങ്ങനെ തന്നെ ഇടയ്ക്ക് വീഴും. പക്ഷേ വചനം വ്യക്തമായിട്ട് പറയുന്നു, ഐ ഹാവ് ഡൺ ഇറ്റ്, ഐ ഹാവ് ഡൺ, ദ കോർട്ട് ഈസ് ഇൻ ഫേവർ ഓഫ് യു. നമ്മൾ കോടതിയിൽ നമ്മൾ കേസ് കൊടുക്കുമ്പോഴേ ജയിക്കുമെന്ന് ഷുവറാണ്. കാരണം ഇത് യേശുവാണ് എൻ്റെ വക്കീൽ. ഈസ് ദ ഗ്രേറ്റസ്റ്റ് മീഡിയേറ്റർ, ഈസ് ദ ഗ്രേറ്റസ്റ്റ് അഡ്വക്കേറ്റ്. അതുകൂടാതെ ഭൂമിയിൽ നമുക്ക് പരിശുദ്ധാത്മാവും. ഇത്രയൊക്കെ ശക്തി തന്നിട്ടും നമ്മളിപ്പോഴും തോറ്റവരെ പോലെ ജീവിക്കുന്നത് എന്താ? പറഞ്ഞ് പഠിപ്പിക്കുന്നില്ല. നമ്മളെല്ലാം ഒരു ചെറിയ പൈസ ഉണ്ടാക്കി എങ്ങനെയെങ്കിലും സുഖമായിട്ട് ജീവിക്കണം എന്നല്ലാതെ ഈ ദൈവത്തിൻ്റെ രാജ്യത്തിന് വേണ്ടി, അതായത് ടു ബ്രിങ് ഗ്ലോറി ടു ദ ലിവിങ് ഗോഡ്, ആര് പരിശ്രമിക്കും? എല്ലാവർക്കും പ്രശംസയാണ്. നമുക്കെല്ലാം ആരെങ്കിലും എന്നെ ഒന്ന് പ്രശംസിക്കുന്നു, സ്വയപ്രശംസ, അത് വരുമ്പോഴേ തീർന്നു, ദൈവത്തിൻ്റെ പ്രശംസ മാറി. അവിടെ നമ്മൾ ആദ്യമേ തോറ്റു കഴിഞ്ഞു. എത്ര ദേഷ്യമുള്ളവനെയും സ്വയമായിട്ടൊന്ന് നമ്മൾ ഇന്നൊന്ന് പ്രശംസ ചെയ്യുമ്പോൾ അവൻ്റെ ദേഷ്യം മാറും. എന്നാൽ ദൈവമായത് ചെയ്യുന്നവൻ അവന് പിടിക്കൂല. നമ്മളിലൊക്കെ ഒരു മരണം ആവശ്യമുണ്ട്, ഒരു ചേട്ടൻ മരിക്കേണ്ട ആവശ്യമുണ്ട്. സോ ഐ ഡിക്രി. അപ്പോൾ നമ്മൾ ജീസസ് ഈസ് ദ മീഡിയേറ്റർ ഓഫ് ദ ന്യൂ കവനൻറ്റ്. പുതിയ നിയമത്തിൻ്റെ ഉടമ്പടിക്കാരൻ യേശുവാണ്. ഉടമ്പടിയുടെ ഉടമസ്ഥനും ഉടമ്പടി പൂർത്തീകരിക്കുന്നത് യേശുക്രിസ്തുവിൽ കൂടെ മാത്രമാണ്. വേറൊരാളില്ല, വേറൊരാൾക്ക് അവിടെ സ്ഥാനമില്ല. വി ഹാവ് ടു റിയലൈസ് ദാറ്റ് അബ്സല്യൂട്ട് ട്രൂത്ത്. യോഹന്നാൻ 96 വയസ്സുള്ളപ്പോൾ ഈ വെളിപ്പാട് എഴുതുമ്പോൾ യോഹന്നാൻ ദൂതൻ്റെ മുമ്പിൽ നമസ്കരിച്ചപ്പോൾ ദൂതൻ പറഞ്ഞു, അരുതരുത്, ഒരിക്കലും ചെയ്യരുത്, ഞാനൊരു ദൈവത്തിൻ്റെ ദൂതൻ, നിങ്ങൾ ദൈവത്തെയാണ് സ്തുതിക്കേണ്ടത്. പൗലോസ് അത് പറയുന്നു. മോശയുടെ വിഗ്രഹം ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ മോശ എല്ലാവരും ദൈവമാക്കി വെച്ചേന്. ദൈവം മോശയുടെ ശരീരം എവിടെ വെച്ചെന്ന് പോലും അറിയിച്ചില്ല. നമ്മൾ ഈ സത്യങ്ങളെല്ലാം മറന്ന് എവിടെയൊക്കെയോ നമുക്ക് തോന്നുന്ന പോലെ ചെയ്യാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ഹി ഹാസ് ഗോട്ട് എ വെരി പെർഫെക്റ്റ് ഓർഡർലി വേ ഓഫ് ഡൂയിങ് തിങ്സ്. അതിൽ കടന്നു വരാനുള്ള ഭാഗ്യമായോ ജയിച്ചു. അവിടെ കടന്നു വരാൻ നമുക്ക് ഒരു തടസ്സമില്ല. എൻ്റെ ചേട്ടൻ വേറെ ആരും തടസ്സം പറയത്തില്ല. ഇപ്പോൾ എനിക്കിപ്പോൾ എൻ്റെ ദൈവത്തോട് ചേർന്നതിന് ആരാ എന്നെ തടസ്സപ്പെടുത്തുന്നത്? ആരുമില്ല. പക്ഷെ അത് നമുക്കൊരു ഉള്ളിലൊരു അവയർനെസ് ഉണ്ട്, ഈ ദൈവം എൻ്റെ കൂടെ ഉണ്ടെന്ന്. ആ ദൈവം നമ്മളെ ഭരിക്കുന്നുണ്ട്. ആ ദൈവം ജയിച്ച ദൈവമാണ്. We are blessed with all heavenly blessings. We are no longer a slave. എഫെസ്യർക്കെഴുതിയ ലേഖനം 1:1-3-4 വരെയുള്ള സർവ്വയുധ അനുഗ്രഹങ്ങളാലും സ്വർഗീയ അനുഗ്രഹങ്ങളാലും നമ്മളെ അനുഗ്രഹിച്ച് കഴിഞ്ഞിരിക്കുന്നെന്ന്. And we are seated with the heavenlies on the right hand side of Jesus Christ. ക്രിസ്തുവിൻ്റെ കൂടെ ഇരുന്ന് ഭരിക്കേണ്ടി വരും. പലരും നമ്മൾ ഈ നല്ല ഈ ഓർഡർ കൊടുത്ത് ചെയ്യിപ്പിക്കാൻ കഴിവുള്ളവർ പലരും ദൈവത്തിൻ്റെ വലതുഭാഗത്തിരുന്നാണ് ചെയ്യുന്നത്. പക്ഷെ അവർ മനസ്സിലാക്കുന്നില്ലെന്നേ ഉള്ളൂ. അത് ഈ ഞാൻ പലപ്പോഴും പറയാറുള്ളത്, അതായത് ഞാൻ എൻ്റെ മക്കളോട് പറയും, എൻ്റെ ഹസ്ബൻഡ് ഡോക്ടറാണ്, വളരെ നല്ല മനുഷ്യൻ. എൻ്റെ മക്കളോട് അത്രയും നല്ലൊരു മനുഷ്യനുള്ളപ്പോൾ അദ്ദേഹത്തിൻ്റെ നന്മ അറിയണമെങ്കിൽ നിങ്ങൾ കുറച്ച് നാൾ കൂടെ വന്ന് നിന്ന് പഠിക്കണം, ചുമ്മാതെ കിട്ടത്തില്ല. ഇപ്പോൾ ഈ ഒരു ചെറിയൊരു സിംഹം കുട്ടി, അത് അതിൻ്റെ പുറയിൽ വലിയ സിംഹം ഇരിപ്പുണ്ട്, അപ്പൻ സിംഹം. ഈ ചെറിയ സിംഹം ആ കുരങ്ങനോട് പറയും ഇങ്ങോട്ട് ചാടേന്ന് പറഞ്ഞ് ഇങ്ങോട്ട് ചാടും, അങ്ങോട്ട് ചാടുന്ന അങ്ങോട്ട് ചാടും. അപ്പോൾ ചെറിയ സിംഹത്തിൻ്റെ വിചാരം എന്താണെന്നറിയാമോ? ഞാൻ പറഞ്ഞതുകൊണ്ട് ഇത് ചാടിയെന്ന് അല്ല, തന്നെ കിട്ടിട്ട് അവൻ നമ്മളായിട്ട് വട്ട് തട്ടും. പക്ഷേ കുരങ്ങൻ എന്നെയല്ല നോക്കുന്നത്, കുരങ്ങൻ കാണുന്നത് വലിയ സിംഹം പുറകെ നിൽക്കുന്ന യഹൂദയുടെ സിംഹം നമ്മുടെ പുറയിൽ. അവൻ നമുക്ക് പിന്തുണ, അതായത് പിൻപടയായിട്ട് അവൻ നിൽക്കുന്നുണ്ട്. അതല്ലാതെ ചെയ്യുന്ന എല്ലാം എവറി ഗുഡ് വർക്ക്, നമ്മളെല്ലാം ചെയ്യുന്ന നന്മ പ്രവൃത്തിയും ജീർണവസ്ത്രമാണെന്ന് വേദപുസ്തകം പറയുന്നത്. അതുകൊണ്ട് ലെറ്റ് us ബി അലൈൻ ടു ദ പവർ ഓഫ് ദ ലിവിങ് ഗോഡ്. ദൈവത്തോട് ചേർന്ന് നിന്ന് എന്ത് കാര്യങ്ങൾ നമുക്ക് ചെയ്തെടുക്കാൻ സാധിക്കും, ചെയ്യാൻ സാധിക്കും. മൈ ഫാമിലി ഈസ് ബിൽറ്റ് ഓൺ ദ റോക്ക് ഓഫ് ക്രൈസ്റ്റ് ആൻഡ് യു വാക്ക് ഇൻ ദ ഫോർഗിവ്നെസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് ബ്ലഡ്. വർഷിപ്പ് ദ ലോർഡ് your God and his blessings will be over your food and water. ദൈവത്തിനെ സ്തുതിക്കുക, ദൈവത്തിന് മഹത്വം കൊടുക്കുക. നിൻ്റെ 28 ആവർത്തന പുസ്തകം 28 പറയുന്ന പോലെ നീ യഹോവയെ ശ്രദ്ധ വെച്ച് നീ അവന് പറയുന്നത് അനുസരിക്കുന്നെങ്കിൽ ഈ ബാക്കി 1-14 വരെ പറഞ്ഞിട്ടുള്ള സകല അനുഗ്രഹങ്ങൾ ഞാൻ നിനക്ക്, നീ വാലല്ല നീ തലയാകും, നീ അനുഗ്രഹിക്കപ്പെടും. നീ വീട്ടിൽ വരുമ്പോൾ അനുഗ്രഹിക്കും, പുറത്ത് പോകുമ്പോൾ അനുഗ്രഹിക്കും. നിൻ്റെ മാവുകൾ അനുഗ്രഹിക്കും, മാവ് അനുഗ്രഹിക്കും. നിൻ്റെ കൊട്ടയെ നിറഞ്ഞിരിക്കും. നീ ഇറങ്ങുന്നിടത്തും പോകുന്നിടത്തും അനുഗ്രഹം വരും. നിൻ്റെ മക്കൾ അനുഗ്രഹിക്കപ്പെടും. നിൻ്റെ കന്നുകാലികളുടെയും മനുഷ്യരുടെയും മക്കളുടെയും പേറുകളിൽ ദൈവം അനുഗ്രഹിക്കും. ഇതെല്ലാം വചനം എഴുതി വെച്ചിട്ടുണ്ട്. ആവർത്തന പുസ്തകം 28-1-12 വരെ 14 വരെയുള്ള വാക്യം. ഇതെല്ലാം എഴുതി വെച്ചിരിക്കുന്നത് വാങ്ങിച്ചെടുക്കണം.
the evil marks on the devil which is put on our children and our generation is wiped off in the blood of Jesus Christ. ദൈവത്തിന് വിപരീതമായിട്ട് ഏതെങ്കിലും അലയൻസ് നമ്മുടെ പിതാക്കന്മാർ ആരെങ്കിലും അറിഞ്ഞോ അറിയാതെയോ ചെയ്തിട്ടുണ്ടെങ്കിൽ, നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവർ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഈ സമയത്ത് യേശുവിൻ്റെ രക്തം കൊണ്ട് അത് തുടച്ചു മാറ്റുക. എല്ലാ മാർക്കുകളും, വേണ്ടാത്ത ദൈവത്തിൻ്റെ അല്ലാത്ത മാർക്കുകൾ അഴിഞ്ഞു പോകട്ടെ യേശുവിൻ നാമത്തിൽ. Set them free. We set them free into the green pastures of Jesus Christ. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ കൂടെ വന്നിരിക്കുകയാണ്. The blood of Jesus is stronger than anything on this earth. The blood of Jesus, by the blood, any stranger that intrudes into our household, we remove them. The blood of Jesus is the currency that I use to get back all the blessings. Father, we thank you for the Son's blood. Taste and see that our God is good. ദൈവമേ, നീ നല്ലവനെന്ന് രുചിച്ചറിയാൻ തക്കവണ്ണം നീ ഞങ്ങളെ നിൻ്റെ വചനം കൊണ്ട് നിറച്ചതിന് സ്തോത്രം. തലമുറ തലമുറയായിട്ട് കെട്ടിക്കിടന്ന അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ ഭവനങ്ങളിൽ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളിൽ വരത്തില്ലെന്ന് വാദം കെട്ടിയിരിക്കുന്ന ദുഷ്ടൻ്റെ എല്ലാ അലയൻസും വെട്ടിമാറ്റുന്നു. ശത്രു വെച്ചിരിക്കുന്ന കുഴികളെല്ലാം അടച്ചു മൂടിയിരിക്കുന്നു. താവേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ നേർവഴിക്ക് കടന്നു പോട്ടെ, ജീവ വഴിയിൽ കടന്നു വരട്ടെ. അനുഗ്രഹത്തിൻ്റെ മേൽ അനുഗ്രഹം കൊണ്ട് നിറയ്ക്കുന്ന ഒരു ദൈവം ഞങ്ങളുടെ മുമ്പിലുണ്ട്. അതുതന്നെയല്ല നിത്യജീവൻ, എന്നേക്കുമുള്ള ജീവൻ. അതാണല്ലോ ഏറ്റവും പ്രധാനം. അത് കഴിയുമ്പം ബാക്കിയുള്ളതല്ല. മുൻപേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക, അതോടുകൂടി സകലതും തരും. അങ്ങനെ തരുന്ന ഒരു ദൈവം കോർട്ടിൽ നിന്ന് ഞങ്ങൾക്ക് അനുകൂലമായ ഓർഡർ പാസ്സാക്കി. ഇത് ഓരോ ഭവനങ്ങളും ഞങ്ങളുടെ ഭവനങ്ങളിൽ വന്ന് വീഴട്ടെ. ഞങ്ങളുടെ തലമുറകളുടെ മേൽ ഇത് ചെന്ന് വീഴുമ്പോൾ ഉറക്കത്തിൽ നിന്ന് ഉണർന്നവരെ പോലെ ചാടി എഴുന്നേക്കട്ടെ. യഹോവ എഴുന്നള്ളുന്നു, ശത്രുക്കൾ ചിതറുന്നു. താവേ, വീഞ്ഞു കുടിച്ച് അട്ടഹസിക്കുന്നവനെ പോലെ അവൻ എഴുന്നേറ്റ് നിൽക്കുകയാണ്. ദൈവത്തിൻ്റെ വിക്ടറി ഇൻ ക്രൈസ്റ്റ് ജീസസ് ബ്ലഡ്. ക്രിസ്തുവിൻ്റെ രക്തത്താൽ ഞങ്ങൾക്ക് വേണ്ടി ജയമെടുത്ത ദൈവത്തിന് നന്ദി. താവിൻ്റെ ചിഹ്നം, രക്തത്തിൻ്റെ ചിഹ്നം നമ്മുടെയും നമ്മുടെ കുഞ്ഞുങ്ങളുടെയും കുടുംബത്തിൻ്റെയും നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാവരുടെയും നെറ്റിമേൽ ഇതായി ഇട്ട് കഴിഞ്ഞിരിക്കുന്നു. അതൻ ചെയ്തു തരുന്ന വലിയ നന്മയ്ക്ക് നിൻ്റെ രക്ഷയുടെ പാനപാത്രം എടുത്ത് ദൈവമേ, നിൻ്റെ മഹത്വത്തെക്കുറിച്ച് പറയുവാൻ ഞങ്ങളെ ബലപ്പെടുത്തുന്നതിന് സ്തോത്രം ചെയ്യും. പ്രാർത്ഥനയായിട്ട് ഞങ്ങളെയും തലമുറകളെയും അനുഗ്രഹിച്ചതിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ മഹത്വം ഞങ്ങളുടെ മേൽ കർത്താവ് പുതപ്പ് പോലെ വന്ന് വീണതിന് നന്ദി പറയുന്നു. പ്രാർത്ഥനയ്ക്ക് ഉത്തരം തന്ന ദൈവത്തിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ ആമേൻ.